അടുത്ത കാലത്ത് ഏറ്റവും കൂടുതൽ ബോഡി ഷേമിംഗ് കളിയാക്കലുകൾ ഫേസ് ചെയ്ത ഇന്ത്യൻ കളിക്കാരൻ തീർച്ചയായും രോഹിത് ശർമ്മയായിരിക്കും അല്ലെ. അദ്ദേഹത്തിന്റെ ശരീരപ്രകൃതിയെ കളിയാക്കിക്കൊണ്ട് വളരെ മോശം ട്രോളുകൾ ചെയ്യുന്നവരുമുണ്ട്. പള്ളൻ, കുടവേറൻ, തടിയൻ, വടാപ്പാവ് എന്നിങ്ങനെ പോകും കളിയാക്കലുകൾ. ഇങ്ങനെ കളിയാക്കുന്നവർക്കെല്ലാം മറുപടിയായി ഞാനൊരു സ്റ്റാറ്റസ് പറയട്ടെ. ആധുനിക ക്രിക്കറ്റിലെ ഫാബുലസ് ഫോർ എന്നറിയപ്പെടുന്നവരാണ് വിരാട് കോഹ്ലി, കെയ്ൻ വില്യംസൺ, ജോയ് റൂട്ട്, സ്റ്റീവ് സ്മിത്ത് എന്നിവർ. ഈ 4 പേരും കാഴ്ചയിൽ എന്തായാലും രോഹിത് ശർമ്മയേക്കാൾ ഫിറ്റാണെന്നല്ലേ പറയൂ. ഒരു ക്രിക്കറ്ററുടെ ഏറ്റവും കൂടുതൽ ഫിറ്റ്നസ് പരീക്ഷിക്കപ്പെടുന്നത് 30 വയസ്സിന് ശേഷമാണ്. 30 വയസ്സിന് ശേഷം ഇവർ എത്ര വീതം ഇന്റർനാഷണൽ റൺസ് സ്കോർ ചെയ്തിട്ടുണ്ട് എന്ന് നോക്കാം. കെയ്ൻ വില്യംസൺ 30 വയസ്സിന് ശേഷം 56 ശരാശരിയിൽ 4772 റൺസും 14 സെഞ്ചുറികളും നേടി. ജോയ് റൂട്ട് 30 വയസ്സിന് ശേഷം 54 ശരാശരിയിൽ 6750 റൺസും 23 സെഞ്ചുറികളും നേടി. സ്റ്റീവ് സ്മിത്ത് 30 വയസ്സിന് ശേഷം 45 ശരാശരിയിൽ 7292 റൺസും 17 സെഞ്ചുറികളും നേടി. വിരാട് കോഹ്ലി 45 ശരാശരിയിൽ 8934 റൺസും 20 സെഞ്ചുറികളും നേടി. ഇനി കാഴ്ചയിൽ ഇവരുടെ ഒന്നും അത്ര ഫിറ്റ്നസ് ഇല്ല എന്ന് തോന്നുന്ന രോഹിത് ശർമ്മയുടെ 30 വയസ്സിന് ശേഷമുള്ള സ്റ്റാറ്റസ് നോക്കാം. രോഹിത് 45 ശരാശരിയിൽ 12021 ഇന്റർനാഷണൽ റൺസുകൾ ഇതിനോടകം നേടിക്കഴിഞ്ഞു. അതിൽ 36 ഇന്റർനാഷണൽ സെഞ്ചുറികൾ ഉൾപ്പെടും. കൂടാതെ 30 വയസ്സിന് ശേഷം 8 വർഷം കരിയർ രോഹിത് ശർമ്മയ്ക്ക് ഇതിനോടകം ആയിക്കഴിഞ്ഞു. ഫിറ്റ്നസ് ഇല്ല എന്ന് കളിയാക്കപ്പെടുന്ന, ബോഡി ഷെയിം ചെയ്യപ്പെടുന്ന രോഹിത് ശർമ്മയുടെ അടുത്തു പോലും ഫാബുലസ് ഫോറിലെ ആരുമില്ല. അതായത് കാണുന്ന കാഴ്ചയിലുള്ള ഫിറ്റ്നസ്സിലൊന്നും കാര്യമില്ല, ഗ്രൗണ്ടിൽ എത്രത്തോളം പെർഫോം ചെയ്യുന്നു എന്നതിലാണ് കാര്യം. രോഹിത് ശർമ്മ പഴകുന്തോറും വീര്യം കൂടിയ ഒരു വീഞ്ഞു തന്നെയായിരുന്നു നമ്മുടെ ഹിറ്റ്മാൻ. ഇനി ആരെങ്കിലും രോഹിത് ശർമ്മയെ കളിയാക്കി വന്നാൽ അവർക്ക് ഈ വീഡിയോ അയച്ചു കൊടുക്കണം. കൂടാതെ നിങ്ങളുടെ രോഹിത് ശർമ്മ ആരാധകനായ സുഹൃത്തിനും ഈ വീഡിയോ ഷെയർ ചെയ്യണേ. ഈ പോഡ്കാസ്റ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണം. നന്ദി.